വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ നാളെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. നെടുമങ്ങാട് JFM കോടതിയുടേതാണ് ഉത്തരവ്. അഫാനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പാങ്ങോട് പോലീസ് നാളെ അപേക്ഷ നൽകും. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് നൈറ്റ് ബ്രേക്കിംഗുമായി. റിനു ശ്രീധർ, വെൽക്കം ബാക്ക്. അഫാനെ കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് നമ്മൾ ഈ രാത്രിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിവരങ്ങൾ സുജയ, നിലവിൽ വെഞ്ഞാറമൂട് കൊലപാതക കേസ് പ്രതി അഫാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. അഫാൻ, അതായത് നാളെ രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ അഫാനെ ഹാജരാക്കണം എന്നുള്ളതാണ്. 11 മണിയോടുകൂടി ജയിൽ അധികൃതർ അഫാനെ ഹാജരാക്കുകയും ചെയ്യും. അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാങ്ങോട് ഈ പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ കേസിൽ തന്നെ നാളെ കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം നൽകും, പാങ്ങോട് പോലീസ് നൽകുമെന്നുള്ളതാണ്. പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണഗതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ കോടതിയിൽ വെച്ച് അന്വേഷണ സംഘത്തിന് കൈമാറുന്നതാണ് പതിവ്. ആ രീതിയിൽ നിലവിൽ അന്വേഷണ സംഘത്തിന് നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ ഈ പ്രതിയെ കൈമാറുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനയും വിവരവും. അങ്ങനെയാണെങ്കിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകി ഈ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് കൃത്യമായി തന്നെ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അഫാനെ പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് നടത്തുക ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ വീട്ടിൽ മാത്രമായിരിക്കും. നാളെ തന്നെ ഈ തെളിവെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നു. അതേസമയം വെഞ്ഞാറമൂട്ടിൽ ഈ പിതാവിൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിലും സഹോദരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇപ്പോൾ എല്ലാ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ആദ്യ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. സുജയ, വിവരങ്ങൾ നൽകിയത് റിനു ശ്രീധറാണ്. താങ്ക് യു റിനു ശ്രീധർ.